അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന ഗുഹാക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂരിലാണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാറി മണലിപ്പുഴയുടെ തീരത്ത് നിന്ന് 150 അടി ഉയരമുള്ള പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു. കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പേരുകേട്ട ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അഗ്നി സ്വരൂപനായ ശിവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ നട വടക്കോട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണിത്. ശിവനോടൊപ്പം ക്ഷേത്ര ശ്രീകോവിൽ പാർവതി സങ്കല്പവുമുണ്ട്. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, വരാഹമൂർത്തി, ഭദ്രകാളി, ദുർഗ, ചാമുണ്ഡി, അന്തിമഹാകാളൻ, സപ്തമാതൃക്കൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ആനക്കൊട്ടിലാണ്. ആനക്കൊട്ടിലെ ഓരോ തൂണിലും മനോഹരമായ ചുവചിത്രങ്ങൾ അലങ്കരിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. ശിവൻ, പാർവതി, ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ തുടങ്ങിയ ഈശ്വരമൂർത്തികളെയെല്ലാം മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 5 ആനകളെ വരെ ഇവിടെ നിർത്താൻ കഴിയും. 24 അടി നീളവും 18 അടി വീതിയും 18 അടി ഉയരവുമുള്ള അതിഭീമാകാരമായ ഗുഹയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. കരിങ്കല്ലിൽ തീർത്ത ഈ ഗുഹയ്ക്ക് വടക്കു ഭാഗത്തായിട്ടാണ് പ്രവേശന കവാടം. ക്ഷേത്രത്തിൻ്റെ 3 ഭാഗങ്ങളിലും അടഞ്ഞ വഴിയാണ്. വലിയൊരു പാറയുടെ ഒത്ത നടുക്കായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. 6 അടിയിൽ അധികം ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കാമദേവനെ വധിച്ച ശേഷം ക്രോധമടങ്ങാത്ത ശിവനായാണ് പ്രതിഷ്ഠ സങ്കല്പം. അതിനാൽ 3-ാം തൃക്കണ്ണ് തുറന്ന ഭാവമായി ഭഗവാൻ കുടികൊള്ളുന്നതായി കണക്കാക്കുന്നു. ഒരിക്കൽ കിഴക്ക് ഭാഗത്ത് നടയുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ചില അനർത്ഥങ്ങൾ കാണാനിടയാകുകയും തന്മൂലം ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു അത്രേ. ഇതുമൂലം ശിവലിംഗത്തിൻ്റെ ഇടതുവശത്താണ് നട പണിതിരിക്കുന്നത്. സോപാനപ്പടിയും അലങ്കാരവുമെല്ലാം അവിടെയാണ്. പാർശ്വദർശനമെന്നാണ് ഇതിന് പറയുക. കേരളത്തിലെ മറ്റൊരു ശിവക്ഷേത്രത്തിലും ഈ പ്രത്യേകതയില്ല എന്നുള്ളതാണ്. മഹാദേവൻ്റെ ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ എന്ന സങ്കല്പത്തിൽ പാർവതി ദേവിയുടെ സങ്കല്പവും ശ്രീകോവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്നിദേവൻ നിത്യവും ഭഗവാനോടൊപ്പം വസിക്കുന്നു എന്നാണ് സങ്കല്പം. തന്മൂലം മഴക്കാറുള്ളപ്പോൾ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. ആഗ്നേയ സേതസ്സിൽ നിന്നാണ് ശിവപുത്രനായ സുബ്രഹ്മണ്യൻ്റെ പിറവി എന്ന വിശ്വാസമുള്ളതിനാൽ ഇത് സുബ്രഹ്മണ്യ സാന്നിധ്യമായി കണക്കാക്കപ്പെടുന്നു. തന്മൂലം ക്ഷേത്ര ശ്രീകോവിൽ ഇവിടെ കൈലാസമായി മാറുന്നു. ശ്രീകോവിൽ ഗുഹയായതിനാൽ അതിനു ചുറ്റും പ്രദക്ഷിണം സാധ്യമല്ല. അതിനാൽ ഓവുമുറിഞ്ഞുള്ള പ്രദക്ഷിണം ഇവിടെയില്ല. ശ്രീകോവിലിൽ ശിവലിംഗത്തിൻ്റെ പുറകുവശത്തായി കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു രൂപം പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 4 അടി ഉയരം വരുന്ന ഈ രൂപം ഗുഹയ്ക്കകത്തായതിനാൽ ഭക്തർക്ക് പുറത്തുനിന്ന് ദർശിക്കാനാകില്ല. എങ്കിലും ഗണപതി ഭഗവാന്റെ നേരെയും ഒരു നട പണിതിട്ടുണ്ട്. ഇതിലൂടെയാണ് ഗണപതിയുടെ നിവേദ്യം നടത്തുന്നത്. കുന്നംപിള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കറവു പശു വീട്ടിൽ മടങ്ങി വരാതെ ആയപ്പോൾ അദ്ദേഹം പശുവിനെ അന്വേഷിച്ചിറങ്ങുകയും ഒടുവിൽ അദ്ദേഹം പശുവിനെ ഒരു ഗുഹയിൽ കണ്ടെത്തുകയും ചെയ്തു. ആ ഗുഹയാണ് ഇന്നത്തെ ഈ ക്ഷേത്രം. അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്രപ്രതിഷ്ഠ.
ഗുഹയിൽ നിന്ന് ദിവ്യ ചേതസ് ജ്വലിക്കുന്നത് കണ്ട് നാരായണൻ ഉടൻ തന്നെ കാരക്കാട്ട് തിരുമേനിയെയും പെരുമ്പടമ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരം അറിയിക്കുകയും ദേവപ്രശ്നം നടത്തുകയും ദേവസാന്നിധ്യമുണ്ടത്ത് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പാലിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയരുകയും ചെയ്തു. പുറയങ്കാവ് കടവിലാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത്. പുറയങ്കാവിൽ നിന്ന് അല്പം മാറിയാൽ ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകൾ തുടങ്ങുന്നു. 126 പടികളുണ്ട് ക്ഷേത്രം മുറ്റം വരെ. പടി കയറുമ്പോഴുള്ള പരിസര കാഴ്ചകൾ അതിമനോഹരമായാണ്. മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ പ്രകൃതി ഭംഗിയാൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. കിഴക്കേ ഗോപുരത്തിൻ്റെ അകത്ത് കടന്നാൽ ആനക്കൊട്ടിലിനപ്പുറം ഒരു ദീപസ്തംഭമുണ്ട്. ഇവിടെ നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നു. ഇതിനപ്പുറത്താണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന ചെമ്പു കൊടിമരം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കൊടിമരത്തിനപ്പുറം തുറസായ സ്ഥലത്ത് വലിയ ബലിക്കല്ലുകളുണ്ട്. ബലികല്ലിന് അപ്പുറത്താണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ ഒത്ത നടുക്കുള്ള ഭാഗമാണ് ശ്രീകോവിൽ. അതിൻ്റെ തെക്കു കിഴക്കു ഭാഗത്തുള്ള പ്രത്യേക സ്ഥലം തിടപ്പള്ളിയും, അതായത് അടുക്കളയുമുണ്ട്. തന്മൂലം നിവേദ്യ വസ്തുക്കൾ കൊണ്ടുവരാൻ പുറത്തു കടക്കേണ്ട ആവശ്യം ശാന്തിക്കാർക്കില്ല. ഈ ഗുഹയ്ക്ക് വടക്കു ഭാഗത്തുള്ള സ്ഥലത്താണ് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇതിന് ചുവട്ടിലായി തുറസായ തറയിൽ 6 മൂർത്തികളുടെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ കഴിയും. ഗണപതി, അയ്യപ്പൻ, അന്തിമഹാകാളൻ, ഭദ്രകാളി, ദുർഗ, ചാമുണ്ഡി എന്നിവരാണ് ഈ 6 മൂർത്തികൾ. ക്ഷേത്രത്തിലൂടെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ശ്രീകോവിൽ നിൽക്കുന്ന ഗുഹയുടെ മുകളിൽ കിഴക്കോട്ട് ദർശനമായി നൽകി ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിൻ്റെ തെക്കു കിഴക്കു ഭാഗത്താണ് കരിങ്കല്ലിൽ തീർത്ത കൊച്ചു ഗണപതി വിഗ്രഹവും സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിത്യവും കറുകമാല ചാർത്തി വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ മുന്നിൽ താഴെയായി ഒരു ഹോമമണ്ഡപമുണ്ട്. ഇവിടെ വെച്ചാണ് നിത്യവും ഗണപതി ഹോമം നടത്തപ്പെടുന്നത്. തൻ്റെ പേരിലുള്ള ഹോമം ഭഗവാൻ നേരിട്ട് കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം. ഗണപതിയെ തൊഴുത് പ്രദക്ഷിണമായി മുന്നോട്ട് പോകുമ്പോൾ ഗുഹയുടെ വലതുവശത്ത് പാറയുടെ മുകളിൽ മാതൃശാല കാണാം. സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ ക്ഷേത്രത്തിൽ അപൂർവമാണ് മാതൃശാലകൾ കാണുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിൻ്റെ തെക്കുവശത്തെ ബലിക്കല്ലുകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യാറുള്ള സപ്തമാതൃക്കൾക്ക് ഇവിടെ വിഗ്രഹങ്ങളുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീകോവിലിന് ചുറ്റും പറ്റിയല്ല നാലമ്പലം പണിതിരിക്കുന്നത്. പകരം ശ്രീകോവിലിൻ്റെ വടക്കുഭാഗത്തായിട്ടാണ്. ശ്രീകോവിൽ ഗുഹയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായി വാതിൽ മാടങ്ങൾ കാണാം. ഇവയിൽ വടക്കേ വാതിൽ മാടത്തിൽ വെച്ചാണ് ക്ഷേത്രത്തിലെ തുലാഭാരം നടത്തുന്നത്. ധാരാളം വസ്തുക്കൾ കൊണ്ട് തുലാഭാരം നടത്താറുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം കയറുകൊണ്ടുള്ളതാണ്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അത്യുത്തമമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തുലാഭാരം നടത്തുന്ന കയർ ഇവിടെ വെച്ച് തന്നെ നശിച്ചു പോകണമെന്നാണ്. ഈ വഴിപാടിനായി വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഇവിടെ നിന്ന് മുകളിലെത്തിയാൽ പാറയിലെ ഒരു ഗർത്തത്തിൽ തീർത്ഥക്കിണർ കാണാം. മഹാദേവൻ കുടികൊള്ളുന്ന ശ്രീകോവിലിൻ്റെ നേരെ മുകളിലാണ് ഈ കിണർ വന്നിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ തീർത്ഥക്കിണർ ഏകദേശം 9 അടി വീതിയുണ്ട്. താഴോട്ട് വരുംതോറും വീതി കുറഞ്ഞു വരികയും അവസാനം 1 അടി മാത്രമാവുകയും ചെയ്യും. എന്നാൽ ഗംഗാസങ്കല്പത്തിലാണ് ഇവിടെ ദർശനം. ഏതു കൊടിയ വേനലിലും ഇതിലെ വെള്ളം വറ്റുകയോ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാവുകയോ ചെയ്യാറില്ല എന്നത് വലിയൊരു പ്രതിഭാസമാണ്. തുടർന്ന് പ്രദക്ഷിണം ചുറ്റി വരുമ്പോൾ സർപ്പക്കാവ് കാണാം. നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങിയ ചെറിയൊരു സർപ്പക്കാവാണ്. എല്ലാ മാസവും ആയില്യം നാളിൽ ഇവിടെ വിശേഷാൽ പൂജകളുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കയർ തുലാഭാരമാണ്. അത് ശ്വാസം മുട്ടലിൽ നിന്നും ആശ്വാസം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ധാര, ശംഖാഭിഷേകം, കൂവളമാല, കറുകഹോമം, പിൻവിളക്ക്, കതിനവെടി തുടങ്ങിയവയും വഴിപാടുകളായി നടത്തപ്പെടുന്നു. ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് ശയനപ്രദക്ഷിണ വഴിപാടുമുണ്ട്. നിത്യേന 5 പൂജകളും 3 ശിവേലിയുമുള്ള ഒരു മഹാക്ഷേത്രമാണിത്. രാവിലെ 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ രാത്രി 8 മണി വരെയും ദർശനമാകാം.
ഈ ക്ഷേത്രത്തിലേക്ക് 2 വഴികളുണ്ട്. ഒന്ന് കിഴക്ക് ഭാഗത്തുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ വഴി വരികയാണെങ്കിൽ വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തും. അതിലൊരു വഴി പടികൾ കയറി മാത്രമാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. 126 പടികളുണ്ട് ക്ഷേത്രമുറ്റം. നാഷണൽ ഹൈവേ 544 നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറി തൃക്കൂർ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം തൃശ്ശൂരിൽ നിന്ന് കേവലം 10 കിലോമീറ്ററാണ്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മകരമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടായി 8 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. ഉത്സവത്തിന് 8 ദിവസം വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് ശയനപ്രദക്ഷിണവും വഴിപാടായിട്ടുണ്ട്. അതിവിശേഷമായ ഈ ക്ഷേത്രം പറഞ്ഞാലും തീരാത്ത ഒരു മഹാ അത്ഭുതമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗം വലിയൊരു കാടാണ്. നിറയെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും അവിടെ കാണാം. ഇന്നും നിരവധി പക്ഷി മൃഗാദികൾ അവിടെ വസിക്കുന്നു. പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഈ ഗുഹാക്ഷേത്രം പറഞ്ഞാലും തീരാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള പുണ്യം എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.